ഹായ് ഫ്രണ്ട്സ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 6/3/2021 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച മൂന്നാം ഘട്ടത്തിലെ 100 ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ ചോദ്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ മുൻകാല ചോദ്യങ്ങളിൽ നിന്നുള്ള തനി ആവർത്തനം തന്നെയായിരുന്നു. ആയതിനാൽ ഇതിലെ കട്ട് ഓഫ് അല്പം ഉയരാൻ സാധ്യതയുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ കുറച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ കട്ട് ഓഫ്, അതിൻ്റെ മറ്റു അനുബന്ധ കാര്യങ്ങളും ഒന്ന് നോക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചിനാബ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുൻകാല ചോദ്യത്തിൽ ചോദിച്ചതാണ്. അപ്പോൾ ഇത് കോഡ് വെച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലുത് ചോദിച്ചാൽ ചിന്നത്, ചെറുത് എന്നൊക്കെ ഒരു കോഡ് വെച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് ആൻസർ. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി തന്നിട്ടുള്ളതിൽ ചിനാബ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഓപ്ഷൻ എ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. തണുപ്പ് കാലം ഏതെന്നാണ് ചോദ്യം. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിന് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ, എക്കൽ മണ്ണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണും എക്കൽ മണ്ണാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം. അടുത്ത ചോദ്യം, കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ജിം കോർബറ്റ് അവിടെ ഏതാണ്? കടുവ സംരക്ഷണമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി തമിഴ്നാട്. അപ്പോൾ ഇതും മുൻകാല ചോദ്യം. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ സി 30 ഡിഗ്രി. പ്രീവിയസ് ചോദ്യം. അടുത്ത ചോദ്യം, ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ സി 82.5 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് പൂർവ്വഘട്ടം. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി മഹാനദി. ബാക്കിയെല്ലാം പതനം അറബിക്കടലിലാണ്. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം? നാഗാലാൻഡ് എഴുതാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ചോദ്യം 2020 ഫെബ്രുവരിയിൽ കറണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, ത്രിപുര. അപ്പോൾ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ അല്ലാണ്ട് ഉള്ളത് നാഗാലാൻഡിലാണ്. എന്നാൽ 2020 മുതൽ ആചരിച്ചു തുടങ്ങി ത്രിപുരയിൽ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടി. ഓപ്ഷൻ ഡി ശശി തരൂർ. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത്? ഓപ്ഷൻ ഡി ശിവരാജ് സിംഗ് ചൗഹാൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ? ഓപ്ഷൻ ബി ശ്രീനിവാസൻ. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഗാർഗി ആനന്ദൻ. അടുത്ത ചോദ്യം, 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ? ഓപ്ഷൻ സി വീരമണി രാജു. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു? ഓപ്ഷൻ എ എൻ പ്രഭാകരൻ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോഡ് വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഓടക്കുഴൽ, N4 എൻ പ്രഭാകരൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്? ഓപ്ഷൻ ബി പരിയാരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മെമ്പർമാരെയും കാലാവധി നേരത്തെ 5 വർഷമായിരുന്നു. ഇപ്പോൾ പുതുക്കിയത് 3 വർഷവും അല്ലെങ്കിൽ 70 വയസ്സാണ് ആൻസർ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്? ഓപ്ഷൻ എ പ്രസിഡന്റിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്? ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം? ഓപ്ഷൻ സി സ്വത്തവകാശം. ഇതൊരു ലീഗൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അയിത്ത നിർമ്മാർജ്ജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം? ഓപ്ഷൻ എ 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൻ്റെ ഇളവ് ലഭിക്കുന്ന പദവി? ഓപ്ഷൻ സി രാഷ്ട്രപതി. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായ സേവനം അനുഷ്ഠിച്ചത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നു ഗാനി സെയിൽ സിംഗ്. 1984. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി അൽഫോൺസ ഡി അൽബുബർക്ക്. അപ്പോൾ ആദ്യത്തെ ആരായിരുന്നു? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. രണ്ടാമത്തേത് അൽബുക്കർക്കാണ്. അടുത്ത ചോദ്യം, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമൻ. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിംഗ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നു? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്? ഓപ്ഷൻ സി കൽക്കട്ട. സാരഞ്ജിനി പർണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്? അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കിയ? കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കി? ഓപ്ഷൻ എ MD വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ? കുറിച്യർ കുറുമ്പർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം? ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ? AK ഗോപാലൻ. ഓപ്ഷൻ സി. സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി അയ്യങ്കാളി. ദേശസേവിക സംഘം ആരംഭിച്ചത്? അക്കാമ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി. തൂവയിൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നു കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല? പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഫാറൂഖ്, പാലക്കാട്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്? ഏറനാട്, മലപ്പുറം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം? ലക്കിടി. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്? ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്? ഓപ്ഷൻ ബി കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം D. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ എ അനുയാത്ര. ഹരിതഗൃഹവാതങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്? ഓപ്ഷൻ സി നൈട്രജൻ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17.
സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഇലക്ട്രോൺ. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് ബലം. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ഓപ്ഷൻ സമചലനം വരാം, ചക്രഗതിയും വരാം, സമമന്ദീകരണ ചലനവും വരാം. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ഇത്രയുമാണ് GK. ഈ GKയിൽ 70 മുൻകാല ചോദ്യങ്ങൾ ആണ്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ ഇതിൽ ഒരു നല്ലൊരു മാർക്ക് ലഭിക്കും. ഏകദേശം ഈ 80 GKയിൽ മിനിമം 70 മാർക്കെങ്കിലും മേടിക്കാം. എന്നാൽ കട്ട് ഓഫ് ചിലർ തെറ്റിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കട്ട് ഓഫ് റേഞ്ച് ഒരു 55 റേഞ്ചിൽ തന്നെ വരും. അതായത് മറ്റു 2 എക്സാമുകളേക്കാൾ ഇത് എളുപ്പമാണ്. അപ്പോൾ അതിനേക്കാൾ ഒരു 5 മാർക്ക് ഈ എക്സാമിന് ഉയർന്നിരിക്കും. മറ്റ് 2 എക്സാമിനേക്കാളും കട്ട് ഓഫ് 5 മാർക്ക് മിനിമം ഇത് ഉയർന്നിരിക്കും. ഇനി കണക്കിലെ ചോദ്യങ്ങൾ നോക്കാം. കണക്കിലെ ചോദ്യങ്ങളിൽ എല്ലാം ശരിയാണ്, എല്ലാത്തിനും ആൻസറുമുണ്ട്. അപ്പോൾ അതും 20ൽ 20 മേടിക്കാം. ആദ്യ ചോദ്യം 12 സംഖ്യകളുടെ ശരാശരി 20, ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 19 എന്ന് കിട്ടി എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 7. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അത് കൂട്ടിച്ചേർത്ത സംഖ്യ കാണാൻ പുതിയ ശരാശരി പ്ലസ് പഴയ നമ്പർ ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പോൾ പുതിയ ശരാശരി എത്രയാണ്? 19. ഇനി പ്ലസ് ഓർ മൈനസ് പഴയ സംഖ്യ 12 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം 19, 20. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1. അപ്പോൾ ഇവിടെ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ മൈനസ് എടുക്കണം. അപ്പോൾ 19 - 12 7 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു. ഈ ക്ലോക്കിന് 108 രൂപയ്ക്ക് വിറ്റാൽ അതിൻ്റെ പരസ്യ വില എന്ത്? അപ്പോൾ ഇത് ഓപ്ഷനിൽ നിന്ന് എടുത്തും ചെയ്യാം, അല്ലാണ്ട് ചെയ്യാം. അല്ലാണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം, അതായത് എത്രയാണ് വിലയെന്നറിയില്ല, അറിയാത്ത വില എക്സ് എന്ന് എടുത്തു. അതിൻ്റെ 20% ഡിസ്കൗണ്ട്. അപ്പോൾ എത്ര എടുക്കും? 100ൽ 80 എടുക്കുക. ഒരു സംഖ്യയുടെ 20% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ബാക്കിയുള്ളത് 80%. അതിനുശേഷം ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു. അപ്പോൾ ഈ എടുത്ത സംഖ്യയുടെ 10% കൂടെയാണ് വീണ്ടും അനുവദിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ശതമാനം 100ൽ 90 എന്ന് എഴുതുക. 100ൽ 10 എന്ന് എടുക്കരുത്. കാരണം ഇതിൻ്റെ ഈ സംഖ്യയുടെ 10% ഡിസ്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ 10% ഡിസ്കൗണ്ട്, ബാക്കിയുള്ളത് 90 അത് ഈക്വൽ ടു 108 എന്നാണ്. അപ്പോൾ എക്സ് കാണാൻ ഒന്ന് ക്രോസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി കിട്ടും, 150 രൂപ എന്ന് കിട്ടും. അല്ലാണ്ട് ഇത് ഓപ്ഷനിൽ നിന്ന് എടുക്കുവാണെങ്കിൽ നോക്കാം. ഇപ്പോൾ 150 തന്നെയാണ് ആദ്യം എടുത്തെന്ന് വെച്ചോ. അപ്പോൾ 150ൻ്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്? 120. അതായത് 20% ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ബാക്കിയുള്ളത് 120 രൂപ. 30 രൂപ ഡിസ്കൗണ്ടായിട്ട് പോകും. 150 × 100ൽ 20 എന്ന് പറയുന്നത് 30 കിട്ടും. ആ 30 150 എന്ന് കുറയ്ക്കും, ബാക്കിയുള്ളത് 20. ഇതിൻ്റെ 10% വീണ്ടും അനുവദിച്ചു. 100ൽ 90 എടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 108 എന്ന് ആൻസർ ലഭിക്കും. അപ്പോൾ അങ്ങനെ ഓപ്ഷനിൽ നിന്നും നമുക്ക് ആൻസർ ചെയ്യാം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അംശവും ഛേദവും 18, 19, 1, 7, 8, 1. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ചോദിച്ചാൽ
ഈ ഡിഫറൻസ് ഒന്നുള്ളതിൻ്റെ വലിയ നമ്പർ ഉള്ളത് എടുക്കുക. 7 ഒട്ടും ചെറുതാണ്, 18 മൊത്തം വലിയ സംഖ്യയാണ്. അപ്പോൾ അതായിരിക്കും ആൻസർ. അടുത്ത ചോദ്യം, ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗം എക്ക് ലഭിക്കുക? അപ്പോൾ മൊത്തം എത്ര? 3:27. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 30. ഈ 30-ൽ 3 എക്ക് കിട്ടുന്നത്. അപ്പോൾ 30-ൽ 3 എക്ക് കിട്ടും, 30-ൽ 27 ബിക്ക് കിട്ടും. അപ്പോൾ 30/3 എത്രയാണ്? 1/10. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരാൾ ഓഫീസിലേക്ക് 35 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ പോകുന്നു, തിരിച്ച് വീട്ടിലേക്ക് 15 കിലോമീറ്റർ വേഗത്തിലും 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ സമയം തന്നിട്ടുണ്ട് വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്ര? ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ആദ്യം ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണ്? 2ab/a+b. അപ്പോൾ 2 × 35 × 15/50. 10 പ്രാവശ്യം 5 3. വീണ്ടും നമുക്ക് 5 2 ക്യാൻസൽ ചെയ്യാം. 5 7 5 35 3 7 21 കിട്ടി. അപ്പോൾ ആവറേജ് സ്പീഡ് 21 km/h. ഓക്കെ, ആവറേജ് സ്പീഡ് കിട്ടി. നമുക്ക് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? S × t. അപ്പോൾ സ്പീഡ് എത്രയാണ്? 21 × ടൈം എത്രയാണ്? 4. അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 8 84 എന്ന് കിട്ടും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോകുന്നതാണ്. അപ്പോൾ ഒരു ഡയറക്ഷനിൽ ഇതിൻ്റെ പകുതിയെ ഉണ്ടാകൂ. 84/2 42. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു മണിക്കൂറിൽ ഒഴുക്കിന് അനുകൂലമായി 11 കിലോമീറ്ററും ഒഴുക്കിനെതിരെ 5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും? ഒരു നിശ്ചല ജലത്തിൽ സഞ്ചരിക്കുന്ന അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ബോട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x + y/2 ആണ്. ഇത്രയും ഉള്ളൂ. അപ്പോൾ 11 + 5/2 16/2 8 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് ക്രിയ ചെയ്ത് എഴുതാനാണ്. 87 1.004 - 0.0542. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രിയ ചെയ്ത് എടുത്താൽ മതി. ഓപ്ഷൻ സി കിട്ടും. 0.9498. അടുത്ത ചോദ്യം, 3 കിലോഗ്രാം അരിയുടെ വില 27.36 ആയാൽ 10 കിലോഗ്രാം അരിയുടെ വില എന്ത്? ഓപ്ഷൻ ഡി 91.2. അപ്പോൾ ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമല്ല. ബാക്കിയുള്ള ഓപ്ഷൻ 10നേക്കാൾ ചെറിയ സംഖ്യയാണ്. അതായത് 3 കിലോയ്ക്ക് 27 വന്നാൽ എന്തായാലും 10 കിലോയ്ക്ക് അതിനേക്കാൾ കൂട്ടിയ വിലയെ വരും. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 12 കൊണ്ട് നിശ്ലേഷം ഹരിക്കാവുന്ന സംഖ്യ? ഓപ്ഷൻ എ. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 12 കൊണ്ട് നിശ്ലേഷം ഹരിക്കാമെങ്കിൽ ഈ തന്നിട്ടുള്ള ഓരോ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് 3-ൻ്റെയോ 4-ൻ്റെയോ ഗുണിതം ആയിരിക്കും. അത് വില കാണാനാണ്. ക്രിയ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 1/2 എന്താണ്? 0.5 ആക്കി ചെയ്യുക. നമുക്ക് ക്രിയ ചെയ്യുമ്പോൾ ഓപ്ഷൻ സി കിട്ടും. 31.589. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. പച്ച മഞ്ഞ നീല ചുവപ്പ്. ഓപ്ഷൻ ബി മഞ്ഞയാണ് ആൻസർ. ബാക്കിയുള്ള 3 പാനീച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിൻ്റെ സ്ഥാനം 1-ൽ നിന്ന് 18ാമത് ആണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിൻ്റെ സ്ഥാനം എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 25. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് ചെയ്താൽ മതി. ഇവിടെ ആരാ നിൽക്കുന്നത്? മൊത്തം 42 ആൾക്കാരുണ്ട്. ദിലീപ് മുന്നിൽ നിന്നും 18ാമത് എങ്കിൽ ഇവിടെ 17 പേരുണ്ട്. എങ്കിലേ ദിലീപ് 18ാമത് ആകത്തുള്ളൂ. അപ്പോൾ ബാക്കി ഇവിടെ എത്ര പേരുണ്ടാവും? 24 ആളുണ്ടാവും. എങ്കിൽ പിന്നിൽ നിന്ന് 24 + 1 25. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. നോളജാണ്. അതിൽ നിന്നും ലോഡ്ജ് കണ്ടുപിടിക്കാം. ഒറ്റയനെ കണ്ടെത്തുക. നെഫ്രോളജി, മൈക്കോളജി, ആസ്ട്രോളജി, പാത്തോളജി. ഓപ്ഷൻ സി ആസ്ട്രോളജി. അച്ഛൻ മകനോട് പറഞ്ഞു, നിൻ്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 54 എങ്കിൽ മകൻ്റെ പ്രായം എന്ത്? ഓപ്ഷൻ സി 27. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക്? ഓപ്ഷൻ എ സ്റ്റെം.
സംഖ്യാശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ 2, 3, 5, 7, 11, 13. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു കോഡ് രീതിയിൽ എഡ്യൂക്കേഷനെ ഇങ്ങനെ എഴുതാമെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെ എഴുതാം? അപ്പോൾ N കഴിഞ്ഞിട്ട് O വന്നു, O കഴിഞ്ഞ് P വന്നു. അപ്പോൾ ബാക്കിൽ നിന്നാണ് എഴുതേണ്ടത്. അങ്ങനെയെങ്കിൽ S കഴിഞ്ഞിട്ട് T വരണം, R കഴിഞ്ഞ് S വരണം, E കഴിഞ്ഞ് F വരണം. അപ്പോൾ TSF ഉള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത് ക്രിയ ചെയ്യാനാണ് A = അധികം, B ന്യൂനം. അപ്പോൾ ഇവിടെ വാല്യൂ കൊടുത്തൊന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ലഭിക്കും. ലാസ്റ്റ് ചോദ്യം, 1 × 2 = 5, 2 × 1 4 ആയാൽ 3 × 5 എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? 1 പ്ലസ് ആദ്യത്തെ നോക്കാം, 2 + 2 = 5. 2 × 1 = 4 അങ്ങനെ കിട്ടി. 2 + 1 + 1, അതായത് ഇവയെ തമ്മിൽ കൂട്ടി വീണ്ടും അവസാനത്തത് ഒന്നുകൂടെ കൂട്ടി, അവസാനത്തത് വീണ്ടും കൂട്ടി, അപ്പോൾ 4 കിട്ടി. അപ്പോൾ 3 × 5 എങ്ങനെ കിട്ടും? 3 + 5 + വീണ്ടും 5, 13 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് ചോദ്യങ്ങൾ. കണക്കിൽ ഇതിൽ മാത്രം ആദ്യമായി 20 ചോദ്യങ്ങൾക്കും ആൻസർ ഉണ്ട്. അപ്പോൾ മൊത്തം ഒരു നല്ലൊരു സ്കോർ മേടിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യപേപ്പറാണ്. അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ മാത്രം പഠിച്ചവർ തന്നെ ഒരു നല്ലൊരു മാർക്ക് മേടിക്കും. അപ്പോൾ കട്ട് ഓഫ് വരുന്നത് കഴിഞ്ഞ 2 എക്സാമിനേക്കാളും ഒരു 5 മാർക്ക് മിനിമം എങ്കിൽ കൂടി നിൽക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ ആ സെയിം ടോപ്പിക്കിലെ മറ്റു ചോദ്യങ്ങളാണ് ഇതിൽ ചോദിച്ചത്. അതായത് ഒരു തനി ആവർത്തനം തന്നെ എന്ന് പറയാം. കൂടാതെ മുൻകാല ചോദ്യങ്ങളുടെ ഒരു കൂട്ടം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യവും ഇതുമായി റിലേറ്റ് ചെയ്തൊന്ന് പഠിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.